ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മനോഹറാണെന്നുണ്ടെങ്കിൽ രാഹുലിനോട് പറയുന്നുണ്ട്, എടോ തന്റെ അത്രയും ചെറ്റയൊന്നുമല്ല ഞാൻ, അതുകൊണ്ടിട്ടാണല്ലോ ദൈവം എനിക്ക് സുന്ദരിമാരായിട്ടുള്ള ഒരുപാട് പെൺപിള്ളേരെ തന്നത്. ദേ നോക്കിക്കേ, വന്ദനയുടെ മുമ്പിൽ താനാണ് എന്റെ അച്ഛൻ, മനസ്സിലായോ? വെഡിങ് കാർഡിലും അങ്ങനെ തന്നെയാ കൊടുത്തിരിക്കുന്നത്, രാഹുലാണ് എന്റെ അച്ഛനെന്ന്. ഹോ, എന്തൊക്കെ അനുഭവിക്കണം ഈശ്വര എന്ന് രാഹുൽ പറയുമ്പോ, അനുഭവിക്കണോ താൻ അനുഭവിക്കണം, 2 കോടി രൂപ എനിക്ക് തരാന്ന് പറഞ്ഞ താൻ പറ്റിച്ചതല്ലേടോ എന്ന് പറയാണ്. അപ്പോഴേക്കും വന്ദനയുടെ മെസ്സേജ് ഫോണിലേക്ക് വരുന്നു കേട്ടോ. ആ കണ്ടില്ലേ, വന്ദന മോളുടെ മെസ്സേജ് ആണ്, കണ്ടോ കണ്ടോ, എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന്. ശരി, എന്ന് ഞാൻ എന്റെ വന്ദന മോളൊന്ന് കണ്ടിട്ട് വരാവേ, പിന്നെ എന്റെ പേര് മറക്കണ്ട, ജീവനാണ് ഞാൻ അവരുടെ മുമ്പിൽ എന്നൊക്കെ പറഞ്ഞ മനോഹർ അവിടെ നിന്ന് വന്ദനനെ കാണാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ വരും ഒരു സ്ഥലത്ത് നമ്മുടെ മനോഹറിനെ വിളിച്ചു വരുത്താട്ടോ. മനോഹർ വണ്ടി ഇറങ്ങിയിട്ട് വന്ദനയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അല്ല മോളെ, എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? അപ്പൊ വരുൺ വന്ദന പറയുന്നുണ്ട്, എനിക്കും എന്റെ വീട്ടുകാർക്കും ജീവൻ ചേട്ടന്റെ വീട്ടുകാരെ കാണണമെന്നാണ് വന്ദന പറയുന്നത്. ഓ, എന്റെ വീട്ടുകാരെ കാണണമെന്നാണല്ലേ? ശരിയാ, കല്യാണത്തിന് മുമ്പ് വീടൊക്കെ കണ്ടിരിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. എനിക്കും എന്റെ ബന്ധുക്കൾക്കും മോളുടെ വീടും വീട്ടുകാരെ കാണണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട്. പിന്നെ മോൾക്ക് ഞാൻ പറയാനിട്ടാ, എന്റെ അച്ഛനും അമ്മ സഞ്ചരിക്കുന്ന വണ്ടി ഒരു ആക്സിഡന്റ് ആയിരുന്നു, അപകടത്തിൽ പെട്ടിട്ട്. അച്ഛനാണെങ്കിൽ ഇപ്പൊ കിടന്ന കിടപ്പ് തന്നെ കിടക്കുക, അമ്മക്കും ചെറിയ ഫ്രാക്ചർ ഒക്കെ ഉണ്ട്. അമ്മയാണെങ്കിൽ ബോംബെയിലാണ് ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്യണത്. അച്ഛനിപ്പോ ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നു ആന്റിയുടെ വീട്ടിലേക്ക്. പിന്നെ മോളുടെ വീട്ടിലേക്ക് വിഷമമാണെന്ന് വെച്ചിട്ട് ഞാൻ ഈ കാര്യങ്ങളൊന്നും പറയാതിരുന്നത് എന്ന് പറയാണ്. വന്ദന പറയണ്ട്, ഞാനെന്നാ അങ്ങോട്ട് വരട്ടെ. മോള് നോക്ക്, എന്റെ ബന്ധുക്കൾക്കൊന്നും അറിയില്ല മോൾക്ക് സംസാരിക്കാൻ പറ്റാത്ത കാര്യം കേട്ടോ. ഞാൻ ആർത്തും ഒന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ തന്നെ കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ വേണ്ടി നിൽക്കാണ്. മോളെ കണ്ട തന്നെ എന്തെങ്കിലും കുറ്റവും കുറവൊക്കെ പറയും, അതാ ഞാൻ അവരുടെ മുമ്പിൽ ഒന്ന് കൊണ്ടുപോകാതിരുന്നത്. എന്തായാലും വരണമെന്ന് മോളുടെ വീട്ടുകാരും മോളും ഒക്കെ ആഗ്രഹം പറഞ്ഞതല്ലേ. മോളുടെ കാര്യം ചെയ്യും, നാളെ തന്നെ പോന്നേക്ക്, പറ്റുമെങ്കിൽ ഇന്ന് തന്നെ പോന്നേക്ക്. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം മുമ്പ് ഒന്ന് വിളിച്ചിട്ട് ഇറങ്ങണം കേട്ടോ എന്ന് പറയാണ്. ശരിയെന്ന് വന്ദന തലയാട്ടുന്നുണ്ട്. അതിനുശേഷം നേരെ വന്ദന അച്ഛനടുത്തും അമ്മയടുത്തും പറയാട്ടോ, അവനെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോണം, ഞാൻ റെഡി ആയിട്ട് വരാം എന്ന് പറയാണ്. അതിനുശേഷം മനോഹരാണെന്നുണ്ടെങ്കിൽ സരുവിന് ഫോൺ വിളിച്ചു. ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണം, പക്ഷെ ആ സരുവിന് അവിടെ നിന്ന് എങ്ങനെയൊക്കെ മാറ്റണമല്ലോ, ഒരു വഴിയുണ്ട് എന്ന് പറഞ്ഞിട്ട് സരുവിന് ഫോൺ വിളിക്കാണ്. ആ മോളു എന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിക്കാട്ടോ. ശേഷം സരു വേഗം തന്നെ അടുക്കളയിലേക്ക് പോവാണ്. അമ്മേ, ഞാനൊന്ന് പുറത്തു വരെ പോവാട്ടോ, കുഞ്ഞിനെ നോക്കിക്കോളാം. ഞാൻ കുഞ്ഞിനെ നോക്കിക്കോളാം, നീ നിന്റെ കാര്യം നന്നായിട്ട് നോക്കിയാൽ മതി. അതെ, നീ എവിടേക്കാ പോണത്? അത് മനുവേട്ടൻ വിളിച്ചു, ഒരു റെസ്റ്റോറന്റിന്റെ ഫ്രണ്ട് വന്ന് കാത്തിരിക്കാനാ പറഞ്ഞത്. മോളെ, അവന്റെ കൂടെ എവിടെ വേണമെങ്കിലും പോയിക്കോ, ബാങ്കിലും അതുപോലെ തന്നെ ലോക്കർ കാര്യങ്ങൾക്ക് മാത്രം പോകരുത് കേട്ടോ. അവൻ വല്ല ചിലപ്പോ നിന്നെ കൊണ്ട് സ്വർണ്ണം എടുപ്പിക്കോ പണം എടുപ്പിക്കോ ഒക്കെ ചെയ്യും. ഈ അമ്മക്ക് എന്താ എപ്പോഴും ഇത് മാത്രം പറയാനുള്ളൂ? എപ്പോഴും മനുവേട്ടന്റെ കുറ്റം മാത്രമേ അമ്മക്ക് പറയാനുള്ളൂ. കുറ്റമല്ല, ഉള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയാണ്. നോക്ക്, കുറെ നാളിന് ശേഷം എന്റെ മനുവേട്ടൻ എന്നൊന്ന് പുറത്ത് വിളിക്കണത്. ഞാനിവിടെ ഇരുന്ന് മുഷിനത് കൊണ്ടാണ് മനുവേട്ടൻ പുറത്ത് പോകാന്ന് പറഞ്ഞത്. ഏതായാലും മനുവേട്ടൻ റോഡിരിക്കും, എനിക്ക് വേണ്ടി കാത്തിരിക്കും. ഞാൻ അതിൽ പോയിട്ട് വരാം. അതേ കുഞ്ഞിനെ നോക്കണം കേട്ടോ. ഞാൻ പറയാം, നിന്റെ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. ശരിയെന്നാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സരിയുടെ സന്തോഷത്തോടു കൂടി തന്നെ പുറത്തേക്ക് പോകുക കേട്ടോ. അതിനുശേഷം കാണിക്കണ വരുണിന്റെ അച്ഛനും അമ്മേനെയാണ്. അച്ഛൻ പറയുന്നുണ്ട്, പക്ഷെ അവന്റെ ഇതൊരു ഒരുങ്ങി കഴിഞ്ഞില്ലേടി, അത് പെട്ടെന്നൊക്കെ ഒരുങ്ങാൻ പറ്റുമോ? പെൺവേഷം കെട്ടണ്ടേ അവന്? അത് ശരിയാ. അപ്പോഴേക്കും വന്ദന അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അച്ഛ, എങ്ങനെയുണ്ട് എന്നെ കാണാൻ? സൂപ്പർ ആയിട്ടുണ്ട്, അല്ലെങ്കിലും നിനക്ക് പെൺവേഷം നന്നായിട്ട് ചേരും, നീ കലോത്സവത്തിലൊക്കെ പെൺവേഷം കെട്ടിയതായിരുന്നല്ലോ, അതെന്തായാലും ഇപ്പൊ ഗുണം ചെയ്തു എന്ന് പറയാണ്. അതെ, അവൻ വിളിപ്പിച്ചിരിക്കുന്നത് ആ സരിയുടെ വീട്ടിലേക്കാ. അവളുടെ അച്ഛനേക്ക് മിക്കവാറും അവന്റെ അച്ഛനെ കാണിക്കാൻ പോണത്. അതത്രയൊക്കെ തന്നെയുള്ളൂ. കല്യാണ ലെറ്ററിൽ രാഹുൽ എന്നല്ലേ അച്ഛന്റെ പേര് കൊടുത്തിരിക്കണത്. അത് ശരിയാ. എന്തായാലും അവർക്ക് അഭിനയിച്ചാലേ പറ്റൂ, മോളുടെ ജീവിതം രക്ഷിക്കണ്ടേ, നമുക്കെന്താ പുറപ്പെട്ടാലോ? ശരി എന്ന് പറഞ്ഞിട്ട് അവർ 3 പേരോട് പുറപ്പെടുവാട്ടോ. അതേസമയം മനോഹർ വേഗം തന്നെ വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ ഷാരിയോട് പറയണ്ട, ഓ നിങ്ങൾ ഇവിടെ അടിച്ചു തുടച്ചു നിൽക്കുവാണോ? ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ മറന്നുപോയോ? ഇന്ന് വന്നിട്ട് അച്ഛനും അമ്മയ്ക്കും ഇവിടെ വരും. അവർ വരുമ്പോഴേ, നിങ്ങൾ എന്റെ ആദ്യമാണ് പൊക്കെ തളർന്നു കിടക്കണത്, നിങ്ങളുടെ ഭർത്താവുണ്ടല്ലോ അത് നിങ്ങളുടെ ആങ്ങളെയാണെന്ന്. ആങ്ങളെയോ? അവരുടെ മുമ്പിൽ ആങ്ങളെയായിരിക്കണം, അയാളെ എന്റെ അച്ഛനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോണത്. ഹോ, നീ എന്തൊക്കെ നുണയാടെ പറയണത്? പിന്നെ നിങ്ങളുടെ ഭർത്താവിന് മാത്രം നുണ പറഞ്ഞാൽ മതിയോ? അല്ല, നിങ്ങൾക്ക് മാത്രം നുണ പറഞ്ഞാൽ മതിയോ? എനിക്കും നുണ പറഞ്ഞ് ജീവിക്കണ്ടേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ അങ്ങോട്ടേക്ക് അനുസരിച്ചാൽ മതി കേട്ടല്ലോ. അവരിങ്ങോട്ടേക്ക് വരും. അപ്പൊ നിങ്ങൾ പറയണം, എന്റെ അച്ഛനും അമ്മയും സഞ്ചരിക്കുന്ന വാഹനം ഒരു അപകടത്തിൽ പെട്ടു, അമ്മക്ക് ചെറിയ ഫ്രാക്ചർ ഉണ്ട്, മുംബൈയിലൊക്കെ ആയിട്ട് ഇങ്ങനെ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, അച്ഛൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന്, അതായത് പെങ്ങളായ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ മാക്സിമം അവരെ സന്തോഷിപ്പിച്ചിട്ട് വേണം ഇവിടെ നിന്ന് വിടാനായിട്ട്. പിന്നെ പലഹാരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയോ? എടാ, അവര് വലിച്ചു വരെ തിന്നോന്നുള്ള ഉള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിലപ്പോ ഒന്ന് തിന്നാനും വഴിയില്ല. എന്തായാലും എല്ലാം റെഡിയാക്കി വെക്കണം, അവർക്ക് ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല കേട്ടല്ലോ. പിന്നെ അപ്പുറത്ത് അതുങ്ങളുണ്ടല്ലോ, കിരണ്, കല്യാണി, അവളുടെ അമ്മ, എല്ലാരും ഇങ്ങോട്ടൊക്കെ കണ്ണും തുറപ്പിച്ച് നോക്കിക്കൊണ്ടിരിക്കും. അവർ വരുമ്പോ എന്തായാലും അവർ ശ്രദ്ധിക്കും. അപ്പൊ അവർ വരുമ്പോ തന്നെ നിങ്ങൾ ഓടിപ്പോയിട്ട് വന്ദനെ കെട്ടിപ്പിടിക്കണം. നിങ്ങളുടെ ബന്ധുക്കളാണെന്നേ പറയാൻ പാടുള്ളൂ. എടാ, എന്റെ ബന്ധുക്കളൊക്കെ അവർക്ക് അറിയാടാ.
അതെന്തെങ്കിലും ആവട്ടെ, എന്നാലും നിങ്ങൾ അവർ വരുമ്പോ തന്നെ വന്നതിനെ പോയി കെട്ടിപ്പിടിക്കണം. അപ്പൊ അവർ വിചാരിക്കും നിങ്ങളുടെ പരിചയത്തിൽ ഏതെങ്കിലും ബന്ധുക്കളായിരിക്കുമെന്ന്. അപ്പൊ അങ്ങനെ വരാൻ പാടുള്ളൂ. അല്ലാതെ ഞാൻ കണ്ണു കഴിക്കുന്ന പെണ്ണാണ്, പെണ്ണിന്റെ വീട്ടുകാരൊന്നും അപ്പുറത്തുള്ളവർ അറിയണ്ട, ഏത് നേരം ഇങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കലല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നിങ്ങനെ പറയാട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിരണിന്റെ അടുത്ത് കല്യാണി പറയണ്ട, അതെ അപ്പുറത്തേക്ക് വരുന്നുണ്ട് വന്ദനയും വന്ദന്റെ അച്ഛനും അമ്മയൊക്കെ, നമുക്ക് കാഴ്ചയൊക്കെ കാണണ്ടേ എന്ന് പറയാണ്. ജനലിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ കാഴ്ച കാണാം. ഷോ അവൻ ആ മനോഹരം പരിചയപ്പെട്ടു. പിന്നെ നമ്മളും ഇതുപോലെ തന്നെ വേഷങ്ങൾ ഓരോന്ന് കെട്ടുവാണല്ലോ കിരണേട്ടാ, അത് കുഴപ്പമില്ലടോ, നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, അധിക നാളൊന്നും ഈ വേഷം കെട്ടിലില്ലല്ലോ, വരുണ്ട കല്യാണം ഉടനെ തന്നെ ഉണ്ടാകും, അതോടുകൂടി വേഷം അവനും അഴിച്ചു വെക്കാലോ. അത് ശരിയാ, പാവം നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ കുറെ പെണ്ണുങ്ങളുടെ ജീവൻ തൊലച്ചവനല്ലേ മനോഹരൻ, അവനിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി വരുൺ കൂടെ നിൽക്കുന്നതാണ്. എന്തായാലും വരുണിന്റെയും അതുപോലെ തന്നെ നിധിയുടെയും കല്യാണത്തിനൊക്കെ എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വരാൻ പറ്റില്ലല്ലോ. കിരണേട്ടൻ വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ വീഡിയോ എല്ലാം പിടിച്ചു വെക്കാം, നമുക്ക് ഒരുമിച്ച് കണ്ട് സന്തോഷിക്കാം. എന്തായാലും നമുക്ക് ജനലരികെ പോയി നിൽക്കാൻ കിരണേട്ട, അവർ വരുന്നതൊക്കെ നമുക്ക് കാണാലോ. അങ്ങനെ ഒരു ജനലരികെ പോയി നിൽക്കണൊക്കെ കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ദനയുടെ അച്ഛനും അമ്മയും വരുന്ന ഭാഗം, അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വരുണിന്റെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. വരുമ്പോഴേക്കും നമ്മുടെ ശാരി ഒന്നും അറിയാത്ത പോലെ വന്നോ എന്റെ മോള് എന്ന് പറഞ്ഞിട്ട് വേഗം പോയിട്ട് വന്ദനെ കെട്ടിപ്പിടിക്കാണ്. വാ അകത്തേക്ക് വന്ന് പറഞ്ഞ് വിളിക്കാണ്. അല്ല ജീവൻ മോൻ അവനകത്തുണ്ട്, മനോഹരനല്ലേ? മനോഹരനോ? ജീവനെ ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത് മനോഹരനാണേ. ഓ അങ്ങനെയല്ലേ, എല്ലാരും അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കാണ്. ഇരിക്കി എന്ന് പറയുമ്പോൾ നമ്മുടെ മനോഹർ അങ്ങോട്ടേക്ക് വന്നിട്ടോ. എല്ലാവരും എത്തിയല്ലോ, ഇരിക്കി എന്ന് പറയാണത്. ഇതാണ് എന്റെ ആന്റി, എന്റെ അച്ഛന്റെ ഒരേ ഒരു പെങ്ങളാണ്. പിന്നെ ബന്ധത്തിൽ കുറെ അമ്മമാരൊക്കെ ഉണ്ട്, ഞാൻ പറയുന്നില്ലേ, എല്ലാവരും എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിൽക്കുക. തൊട്ടപ്പുറത്തുണ്ട് കല്യാണി, എന്റെ മുറപ്പെണ്ണാണ് അവൾ. അപ്പോഴേക്കും നമ്മുടെ മനോഹർ പറഞ്ഞ അവളുടെ കല്യാണം കഴിഞ്ഞു, പക്ഷെ എന്നോട് ഇപ്പോഴും താല്പര്യം ഉണ്ടെന്ന് പറയുമ്പോ ഷാരി പറഞ്ഞ അതെ ഇവനോട് ഇപ്പോഴും ഭയങ്കര താല്പര്യമാണ് അവൾക്ക്. അതുകൊണ്ട് മോള് വന്നതൊന്നും അവൾ അറിയാതിരിക്കണേ നല്ലത്. പിന്നെ അച്ഛന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അച്ഛൻ ഇവിടെ ഉണ്ട്, തളർന്ന് കിടക്ക. ആണോ, എന്നാ മോൻ നേരത്തെ പറയണ്ടേ, അച്ഛനൊന്ന് കാണുമായിരുന്നു എന്ന് പറയുമ്പോ ഷാരി ചായ ആയിട്ട് വരുവാണ്. ചായ കുടിച്ചിട്ട് പോകാം. വേണ്ട, അച്ഛനെ കണ്ടിട്ട് ചായ വന്ന് കുടിക്കാം. എന്നാ പെട്ടെന്ന് കണ്ടിട്ട് വാ, ചായ ചൂടാറേ എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ വന്ദനയും അച്ഛനും അമ്മയൊക്കെ മുകളിലേക്ക് പോവാട്ടോ. രാഹുൽ അങ്ങനെ കിടക്കുന്നുണ്ട്. മനോഹർ വേഗം മുകളിലേക്ക് പോവാണ്. അതെ അച്ഛ, ഇതാണ് ഞാൻ പറഞ്ഞ വന്ദനയും അച്ഛനും അമ്മയൊക്കെ. നമസ്കാരം, ഇങ്ങനെ കിടന്നുപോയി, അതുകൊണ്ടിട്ടാണ് കേട്ടോ. ഒന്നും കുഴപ്പമില്ല, എല്ലാം മോൻ പറഞ്ഞിരുന്നു, എത്രയും പെട്ടെന്ന് ശരിയാവോട്ടോ, കണ്ടാൽ അറിയാം നല്ല തണ്ടും തടിയുള്ള മനുഷ്യനാണ്, ഇങ്ങനെ കിടന്നു പോയല്ലോ എന്ത് വരുണ്ട. അച്ഛൻ പറയുമ്പോഴേക്കും അമ്മ പറയുമ്പോഴേക്കും നമ്മുടെ രാഹുൽ പറയണ്ട, അതെ ഒരുപാട് തണ്ടും തടിയൊക്കെ ഉണ്ടായിരുന്നു, എന്ത് പറയാനാ, ഓരോരുത്തർ കാരണം ഇങ്ങനെ കിടന്ന് കിടപ്പ് ഇങ്ങനെ കിടക്കുവാണ് എന്നൊക്കെ പറയാണ്. ഇനി എനിക്ക് രണ്ട് ഉദ്ദേശങ്ങളാണ് കേട്ടോ ഉള്ളത് എന്ന് പറഞ്ഞ മനോഹർ പറയണ്ട. ഒന്ന് അച്ഛനെ ഒന്ന് എഴുന്നേപ്പിട്ട് നടപ്പിക്കണം, രണ്ടാമത്തത് മോളുടെ ശബ്ദം നേരെയാക്കണം. മോളുടെ ശബ്ദമോ എന്ന് രാഹുൽ ചോദിക്കുമ്പോ, അച്ഛനോട് ഞാൻ പറഞ്ഞതൊക്കെ മറന്നുപോയോ, അച്ഛൻ ചെവി കൂടി തന്നെയല്ലേ ഞാൻ പറഞ്ഞതൊക്കെ കേൾക്കണത്, മോൾക്ക് ശബ്ദമില്ല, അപ്പുറത്തെ കല്യാണിനെ പോലെ അവൾക്കും സംസാരശേഷിയില്ല, കല്യാണി ഇപ്പോഴല്ലേ സംസാരിച്ചു തുടങ്ങിയത്, അതുപോലെ എന്റെ മോനെ സംസാരിപ്പിച്ചു തുടങ്ങണം. അപ്പോഴേക്കും നമ്മുടെ രാഹുൽ പറയണ്ട, അതെ ഇവൻ വിചാരിച്ച എന്തും നടക്കും, എന്തും നടത്തണവനായി ഇവൻ എന്ന് പറയുന്നിടത്താട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.